ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നതൊക്കെ വിശ്വസിക്കുന്നു. അപ്പം ഇമിഗ്രേഷൻ ബൈ പേപ്പർ കുറേ നാളായിട്ട് നമ്മൾ കേട്ടുള്ള സംഭവമാണ് ഇമിഗ്രേഷൻ ബൈ പേപ്പർ എന്നുള്ള സംഭവം. അതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ചസ് ആയിട്ട് നിയമങ്ങളായിട്ട് അത് പുറത്ത് വന്നിട്ടുണ്ട്. ഈ പറയുന്ന ജൂലൈ 22 മുതൽ അത് നിയമങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യമാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞ സ്കിൽഡ് വർക്ക് വിസ, അതുപോലെ തന്നെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, യൂത്ത് മൊബിലിറ്റി വിസ, ഇങ്ങനെ കുറേ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി സ്പീഡ് കൂട്ടി വിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്ക് വിസയാണ്. സ്കിൽഡ് വർക്ക് വിസയിൽ ഇങ്ങോട്ട് നിങ്ങൾ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജൂലൈ 22 ശേഷം അതിൻ്റെ കാറ്റഗറി ആർക്കിയോ ലെവൽ 6 ഗവൺമെൻറ് ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ നമുക്കറിയാം ആർക്കിയോ ലെവൽ 3 വേണ്ട ജോബ് എന്ന് പറയുന്നത് ഈ കെയറും സീനിയർ കെയറും മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കിൽഡ് വർക്ക് വിസയിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ആർക്കിയോ ലെവൽ 6 ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 2022 ജൂലൈ 22 ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കാരണം അതിന് മുമ്പേ നിങ്ങൾ COS കിട്ടിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിയമങ്ങളൊന്നും ബാധിക്കുന്ന കാര്യമില്ല. പക്ഷേ 2025 ജൂലൈ 22 ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അത് ആർക്കിയോ ലെവൽ 6 ഉള്ള ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സ്കിൽഡ് വർക്ക് വിസയിൽ ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് താഴെ ആർക്കിയോ ലെവൽ 3 ആൾക്കാരെ അത് ടെമ്പററി ജോബ് വിസയായിട്ടാണ് കണക്കൂട്ടുന്നത്. ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റിൽ ടെമ്പററി ജോബ് വിസയായിട്ടാണ് കണക്കൂട്ടുന്നതാണ് ആർക്കിയോ ലെവൽ 3 എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇങ്ങോട്ട് ഈ പറയുന്ന 2026 തന്നെ വരാനായിട്ടുള്ള വിസയിൽ അവർ ഉണ്ടാക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ള കാറ്റഗറീസ് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. 180 ജോബുകളുണ്ട് ആർക്കിയോ ലെവൽ 3 ടെമ്പററി ജോബ് വിസ, അതായത് ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റിലുള്ള ടെമ്പററി ജോബ് വിസ 180 ജോബുകളുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയിട്ട് പോകും. അതുകൊണ്ട് ഞാനത് പിന്നെ ഉൾപ്പെടുത്താം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും ഈ വർഷം തന്നെ. പക്ഷേ അതൊരു ടെമ്പററി ജോബ് വിസയായിരിക്കും. നിങ്ങൾ തൽക്കാലത്തേക്ക് മാത്രം ഇവിടെ ജോലി ചെയ്യാം, തിരിച്ചു പോകാം. പക്ഷേ നിങ്ങൾക്ക് ഡിപ്പെൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ഫീസുകളിലും കാര്യങ്ങളൊന്നും ഇളവൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ ഈ ISS ചാർജ് മറ്റും ഇതിലൊന്നും ഒരിളവും ഉണ്ടായിരിക്കത്തില്ല എന്ന് ഗവൺമെൻറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാലറി ത്രഷോൾഡ് ഉയർത്തി എന്നുള്ളതാണ്. അതായത് സ്കിൽഡ് വർക്ക് വിസയിൽ 2025 ജൂലൈ 22 ശേഷം വരുന്ന ഒരാളാണ് നിങ്ങളുണ്ടെങ്കിൽ 38,700 പൗണ്ടിൽ നിന്ന് 41,000 പൗണ്ടാക്കി ഉയർത്തിയിരിക്കുന്ന ഒരു നിയമം നിങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യമാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2025 ജൂലൈ 22 ശേഷം വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 41,000 പൗണ്ട് ഉള്ള ഒരു സാലറി ത്രഷോൾഡായിരിക്കും നിങ്ങളെ ബാധിക്കുക സ്കിൽ വർക്ക് വിസയിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിന് മുന്നേ നിങ്ങൾക്ക് ഈ പറയുന്ന COS കിട്ടിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. അതിന് മുന്നത്തെ നിയമം എന്താണോ, അതായത് 38,700 പൗണ്ടിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2025 ജൂലൈ 22 ശേഷം നിങ്ങളൊരു സ്കിൽഡ് വർക്ക് വിസയുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി ത്രഷോൾഡ് എന്ന് പറയുന്നത് 38,700 പൗണ്ടിൽ നിന്നും 41,000 പൗണ്ടാക്കി ഉയർത്തിയൊരു സാലറി ത്രഷോൾഡായിരിക്കും നിങ്ങളെ ബാധിക്കുക എന്നുള്ള കാര്യമാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മോർ കെയർ വിസ, അതുപോലെ തന്നെ ഡിപ്പെൻഡ് വിസ നമുക്ക് നേരത്തെ അറിയാം, സ്റ്റോപ്പ് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാൻ തന്നെ. അതുപോലെ കെയർ വിസയും പൂർണ്ണമായിട്ടും നിർത്തി എന്നുള്ള കാര്യമാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും കെയർ വിസ നിർത്തിയിരിക്കുന്നു. ഇവിടെ നിന്നുള്ളത് കെയർ വിസയും സ്റ്റോപ്പ് ചെയ്തു, നാട്ടിൽ നിന്നുള്ള കെയർ വിസയും പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിരിക്കുന്ന പിന്നെ സീനിയർ കെയർ ആണെങ്കിലും പിന്നെ കെയർ ആയിട്ടുള്ളവർക്കും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതേ ജോബിൽ തന്നെ വേറൊരു എംപ്ലോയറോട് സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ആ എംപ്ലോയറായിട്ട് മിനിമം ഒരു 3 മാസം റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് വിസ റിന്യൂ ചെയ്യാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും 2028 ജൂലൈ 22 വരെ. അതിനുശേഷം എന്താണെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. കാരണം അതിനുശേഷം എന്താണെന്നുള്ളവർക്ക് പറയാൻ പറ്റിയല്ലോ. കാരണം വേറെ ഗവൺമെൻറ് അപ്പത്തേരി വരും. ഒന്നെങ്കിൽ ഈ റീഫോം പാർട്ടിയും ആണ് വരാൻ ചാൻസ് എന്ന് തോന്നും. അപ്പം അതിൻ്റെ തീരുമാനം എടുക്കേണ്ട അവരാണ്. അതിലൊരു റിവ്യൂസ് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിച്ച് കുറച്ച് കാതലായ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവർ സമയമാകുമ്പോൾ, അതായത് ഇവർ ഇറങ്ങാറാ സമയമാകുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രതീക്ഷിക്കുന്നൊരു കാര്യം, ഇപ്പം നിലവിൽ ഈ ജോബിൽ തുടരുന്ന ആൾക്കാർ 2028 ആകുമ്പോൾ തന്നെ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതൊരു വലിയൊരു വലിയൊരു ഇരുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അല്ലാത്ത പക്ഷം ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 2028 ആകുമ്പോഴത്തേനും അവർക്ക് PR കിട്ടുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സംഭവം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ അത്രയും വർഷം ഇവിടെ വർക്ക് ചെയ്തത് വെറുതെ ആയിപ്പോയിട്ട് അവസാനം അവരെല്ലാം തന്നെ 10 വർഷത്തിലോട്ട് പെടുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പെടും. കാരണം PRൻ്റെ സംഭവം ഇതുവരെയായിട്ടും ഒരു കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. ഇതിനകത്ത് 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കുമോ അല്ലെങ്കിൽ 10 വർഷം എന്നുള്ളത് കുറയ്ക്കുമെന്നോ ഇതിനെപ്പറ്റി ഒന്നും ഒരു കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 2028 ജൂലൈ 22 വരെ നിങ്ങൾക്ക് വിസ റിന്യൂ ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു എംപ്ലോയറോട്ട് മാറാം എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എന്താണെന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ശേഷം എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നോക്കാം. അതുവരെ കുഴപ്പമില്ല എന്നുള്ള കാര്യം അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള ഒരു എൻട്രി ഇനി ഇങ്ങോട്ട് ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ കെയർ വിസയില്ല, അതുകൊണ്ട് ഡിപ്പെൻഡ് വിസയില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റുഡൻറ്റ്സ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂത്ത് മൊബിലിറ്റി വിസ എന്താണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറയുന്ന 2025 ജൂലൈ 22 മുന്നേ തന്നെ നിങ്ങളൊരു എംപ്ലോയറെ കണ്ടെത്താൻ നോക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പോൾ പിന്നെ ഈസി ആയിട്ട് ജോബ് കിട്ടുന്നത്, പെർമനൻറ്റ് ജോബ് കിട്ടുമെന്ന് പറയുന്നത് കെയർ വിസ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന 2025 ജൂലൈ 22 മുന്നേ നിങ്ങളൊരു എംപ്ലോയറെ കണ്ടെത്തി നിങ്ങളൊരു പിന്നെ COS ഒപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിയമം ബാധിക്കത്തില്ല. പക്ഷേ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ ഇവിടെ കെയർ വിസയായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ പഠിച്ച ഫീൽഡ് ഏതാണോ അതിൽ തന്നെ നിങ്ങളൊരു ജോബ് കണ്ടെത്തണം, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ തിരിച്ചു പോകണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇതെല്ലാം തന്നെ 2022 ജൂലൈ 22 തന്നെ ഒരു ജൂലൈ 22 പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ജോലി കിട്ടാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു എംപ്ലോയറെ കണ്ടെത്തി നിങ്ങളൊരു COS ഒപ്പിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഇവിടെ തന്നെ ഇൻ കൺട്രി സ്വിച്ചിങ്, അതായത് ഇൻ കൺട്രി സ്വിച്ചിങ് അല്ല സോറി, ഇത് ഇവിടെ തന്നെ ഈ പറയുന്ന പിന്നെ കെയർ വിസയിലോട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ട്. നിങ്ങൾ ഏതാണോ വന്നിരിക്കുന്നത് ആ പഠിച്ച ഫീൽഡിൽ തന്നെ നിൽക്കുക. അതല്ലാത്ത പക്ഷം നിങ്ങൾ നാട്ടിൽ പോകാമെന്നുള്ളതാണ് ഗവൺമെൻറ് പറഞ്ഞു വെക്കുന്നത്. പറയാതെ പറഞ്ഞു വെക്കുന്ന കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ 2022 ജൂലൈ 22 മുന്നേ തന്നെ നിങ്ങളൊരു എംപ്ലോയറെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കൊരു പെർമനൻറ്റ് ജോബ് ഈസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കെയർ വിസയാണ്, അത് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അപ്ഡേഷൻ പുതിയതായിട്ട് നമുക്ക് വീഡിയോസ് വഴി നമുക്ക് അറിയിക്കാം എന്താണെന്നുള്ളത്. അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PR-ൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അനിശ്ചിതമായിട്ട് നിൽക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും ഗവൺമെൻറ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആരെയൊക്കെ ബാധിക്കുന്നതാണ്, പിന്നെ 10 വർഷത്തിൻ്റെ നിയമങ്ങൾ വരുമോ, അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അത് വരും വീഡിയോസ് വഴി നമുക്ക് അറിയിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് 180 ഓളം ജോബ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലോട്ട് പോകും. കാരണം നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല, കാരണം വലിയൊരു ലോങ് വീഡിയോസ് ആയിട്ട് മാറും. അപ്പം ഞാനീ പറഞ്ഞ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻ വഴി നമുക്ക് കൂടുതൽ ഞാൻ വീഡിയോസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താണെന്ന് ഇതൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.